അല്ല അത് ഓൻ തെളിയിക്കണം. റാംബോ അല്ല ഏത് മരുന്നാണെങ്കിലും ശരി, ഞാൻ ഇവന് കുണ്ട കഴിക്കുന്നത് ഓൻ തെളിയിക്കണം. ഓൻ അങ്ങനെയല്ല പറഞ്ഞത്, തെളിയിക്കണം. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ബാച്ചിലേഴ്സ് ആയിട്ട് നിൽക്കുമ്പോൾ മാസ്റ്റർബേറ്റ് ചെയ്യുമ്പോൾ ഇവൻ വന്ന് ഇങ്ങനെ തൊട്ട് എന്ന് വിചാരിച്ചിട്ട് കുണ്ടക്കളിയാവും. അതും ഓൻ തെളിയിക്കണം, മനസ്സിലാ? അതല്ലാണ്ട് പോവില്ല. നീ ഇന്റെ വാട്സപ്പിലുണ്ടാ? വാട്സപ്പല്ല, ടെലിഗ്രാമിലേക്ക്. അല്ല ജാസിന് ഇത് പറയാ, സിനിമേന്റെ ഇഷ്യൂ പറയാം. ഇതൊന്ന് അയച്ചു തരുമോ? സിനിമേന്റെ ഇഷ്യൂ എന്ന് വെച്ചാല് ഇനി എന്നോട് എന്താ നിങ്ങൾക്ക് ചോദിക്കാനുള്ള എല്ലാ കാര്യം ചോദിക്കി, എന്റെ കാര്യങ്ങൾ എന്നോട് ചോദിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കി, അതിനുള്ള മറുപടി എല്ലാം ഞാൻ തരാം. ഓക്കെ അഷ്മാക്ക, ഇതൊന്നും എനിക്ക് മറ്റേ ടെലിഗ്രാമിൽ അയച്ച കുണ്ടൻ. ഗൈസ് കുറച്ച് കാര്യങ്ങളുണ്ട് എന്തായാലും. അപ്പൊ എന്തായാലും നിങ്ങൾ ആയിരിക്കും പേടിയോ നെർവസോ കാര്യം അങ്ങനത്തെ ഒന്നുമില്ല. കാരണം അതൊന്ന് ആ ക്ലിപ്പ് പൈസാണ് ആ ക്ലിപ്പ് ഒന്ന് ഇല്ല ചാറ്റ് നോക്കുന്നില്ല. ചാറ്റ് നോക്കി കഴിഞ്ഞാൽ ആ രീതിയിലൊക്കെ പറയും. ഗൈസ് ഞാൻ അത്ര താന്തോന്നി അങ്ങനെ തോന്നുന്നുണ്ടാ? ഞാൻ ജസ്റ്റ് ചോദിക്കാം. അതായത് ഓൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, എല്ലാത്തിലേക്കും വരാം. മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ ഓൻ്റെ വീഡിയോ ഞാൻ അവിടെ കാണിക്കുന്നില്ല, ഷമീർ ഓൾറെഡി കാണിച്ചിട്ടുണ്ടാവും. എനിക്കെതിരെ നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറ. എനിക്കെതിരെ, അതായത് ജാസിക്കെതിരെ, ജാസി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ചെയ്തു, ഇങ്ങനെയൊക്കെ ആണെന്ന് നീ അത് പറഞ്ഞ് നിങ്ങൾ വിശ്വസിച്ച കാര്യങ്ങൾ മൊത്തം പറ. എല്ലാം പറ, എല്ലാം പറ. ജാസി പവറായിരുന്നു മുത്ത. ഇത് പവറൊന്നുമല്ല. എൻ്റെ ജീവിതത്തിലില്ലേ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നീ അതെ എവിടെ നോക്കണ്ട്. നീ ഇത് കാണുന്നുണ്ടെന്ന് വ്യക്തമായ ബോധ്യം എനിക്കുണ്ട് കേട്ടാ. ഞാൻ അന്നും നിന്നോട് ഞാൻ പറഞ്ഞിന്, നിന്റെ ഇതിലൊരു ഡയലോഗ് ഞാൻ അടിച്ചിന്, വികാരങ്ങൾക്ക് മോളിൽ വിവേകത്തെ പ്രതിഷ്ഠിക്കാന്ന്. ഞാൻ ഇന്നും അതാ പറയുന്നത്. ഇത് നേരത്തെ ഷമീർ പറഞ്ഞ പോലെ എന്തും അല്ല, നന്മയും തിന്മയുള്ള പരിപാടിയല്ല. വലിയ തിന്മയും ചെറിയ തിന്മയാണ്. പക്ഷെ നിനക്ക് നീ ഇപ്പൊ കണ്ണിൽ നോക്കുന്നുണ്ടാവുമല്ലോ, നീ ഇതേപോലെ ഒരു നോട്ടം എന്നെ അവസാനം നോക്കിയപ്പോഴാണ് അറിയാം. നിന്റെ കണ്ണിൽ നോക്കണം. ഞാൻ ഇപ്പൊ നിന്നെ നോക്കുമ്പോൾ അതേ നോട്ടം നീ എന്നെ നോക്കണം. അവസാനം ഫോൺടെക്കിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് പെരുന്നാളും കഴിഞ്ഞിട്ട് നീ പറഞ്ഞല്ലോ 3 മാസം മുമ്പേ ഇവന്മാർ പണി തുടങ്ങിയ കാര്യങ്ങൾ തുടങ്ങിയെന്ന്. എടാ നമ്മൾ 3 മാസം മുമ്പ് ഒന്നല്ല, അവിടെ വന്നിട്ട് 1 മാസം കഴിഞ്ഞപ്പോഴേ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ സംസാരിക്കാനും ഒപ്പം നിൽക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടോ. ഒപ്പം നിൽക്കാനെന്ന് മീൻസ് കഴിഞ്ഞാൽ ഒപ്പം നിൽക്കാനെന്ന് വെച്ച് കഴിഞ്ഞാല് നിന്റെ കാര്യങ്ങളും ഇതെല്ലാം വഴിയാണെന്നുണ്ടെങ്കിലും നമുക്ക് മനസ്സിലായി. ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ കറക്റ്റ് മനസ്സിലായി നീ നമ്മുടെ ഓരോ ആൾക്കാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. അന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്നല്ല, വളാഞ്ചേരിയിൽ നിന്ന് സിനിമന്റെ അവിടുന്ന് ലൊക്കേഷന്റെ പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ രാത്രി നീ വിളിച്ചിട്ട് ഒരു ദോശക്കടയിൽ പോയിട്ട്, ആ ദോശക്കട അതായത് വളാഞ്ചേരിയുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും, അവിടെ ഒരു ദോശക്കടയിൽ പോയിട്ട് ഇവൻ എന്താക്കിയെന്നറിയാം, ദോശയും എല്ലാം ഓർഡർ ചെയ്ത് ഇവന് എല്ലാം പിടിച്ചെന്നുള്ള മട്ടില്ല. അതായത് എല്ലാ കാര്യം പിടിച്ച് എല്ലാവരും തൂക്കി പാമ്പ് ഓക്കെ എല്ലാം ഞാൻ വരാം ഗൈസ്, എല്ലാം ഞാൻ വരാം. അതായത് ഓരോന്നായിട്ട് പുട്ടിൽ എന്താ പറയുക തേങ്ങടുന്ന പോലെ നിങ്ങളെ മനസ്സിലേക്ക് കയറ്റി തന്ന കുറേ കാര്യങ്ങളുണ്ട്, എല്ലാം ഞാൻ പറഞ്ഞുതരാം. അത് കേൾക്കുന്ന സമയത്ത് ഈ പാമ്പ് എന്നുള്ള ഇമോജി ലൈവിൽ ഓൾറെഡി എനിക്ക് ആയിപ്പോയി. അതായിപ്പോയുള്ള കാര്യങ്ങളും ഞാൻ എടുത്തമ്പിൽ എത്തിയ എല്ലാ കാര്യങ്ങളും പറയാം. എൻ്റെ പെറ്റ ഉമ്മ സത്യം ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം എന്തുകൊണ്ടെന്നറിയോ ഗൈസ്, എന്തുകൊണ്ടെന്നറിയോ, എൻ്റെ മടിയിൽ കനമില്ല. ഞാനെല്ലാം വഴിയേ വരാം. ചില കാര്യങ്ങൾ നമ്മൾ പൊട്ടനായിപ്പോയി. ഇവൻ ഇതേപോലത്തെ എടുത്ത പബ്ലിക്കിൽ എന്താ പറയുക, ഈ ഷമീറിന് ഇതേപോലെ നിങ്ങൾ ആകെ വീണ് പോയ ഇവൻ നമുക്കെതിരെ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ ഇത് ആദ്യം പറയാം. ദോശക്കടയിൽ കൊണ്ടുപോയിട്ട് ദോശ എന്നിട്ട് ഞാൻ പറഞ്ഞെങ്കിൽ വിശപ്പില്ല, ഇവൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. അതായത് നമ്മളിപ്പോൾ അവിടുന്ന് ഇറങ്ങിയിട്ട് ഞാൻ അങ്ങോട്ട് പോകില്ല എന്നുള്ളത്, ചെറിയ പെരുന്നാൾക്ക് ശേഷം അങ്ങോട്ട് പോകില്ല എന്നുള്ള കാര്യം, ആ കാര്യങ്ങളൊക്കെ ഇവനെ ഫോൺ റെക്കോർഡിലൂടെ മനസ്സിലായി. ഈ ഫോൺ റെക്കോർഡ് ഇവൻ പറഞ്ഞില്ല നമ്മൾ അറിയായിട്ട് നൈസായിട്ട് തൂക്കിയെന്ന്. ഇതെന്താ സംഭവം എന്നറിയോ നിങ്ങൾക്ക്? ഇതെന്താ സംഭവം എന്നറിയോ? ഈ ഫോൺ റെക്കോർഡ് എന്താ നിങ്ങൾക്ക് അറിയോ? ഇത് എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയ സമയത്ത് എനിക്ക് അവിടെ നിന്ന് യൂസ് ചെയ്യാൻ തന്നൊരു ഫോണാണ്. 5-6 മാസത്തോളം ഞാൻ യൂസ് ചെയ്ത ഫോണാണിത്. ഈ ഫോണിൽ റെക്കോർഡ് എന്താണെന്നറിയോ? എൻ്റെ വോയിസ് റെക്കോർഡ്. അതിലുള്ള എല്ലാ റെക്കോർഡും പ്രൂഫുകളും നോക്കിക്കോ. ഇതൊക്കെ ഞാൻ ആരോടെങ്കിലും സംസാരിക്കുന്ന കാര്യങ്ങളായിരിക്കും. അതിലൊരു കാര്യം അതിന് മുമ്പ് ഇത് ഞാൻ വരാം, ഫോണിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ വരാം. അപ്പോൾ ദോശ മാത്രം ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട. നമ്മളൊരുമാതിരി മൈൻഡ് ഫക്കായിട്ട് നിൽക്കുമല്ലോ, കാരണം ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഇങ്ങനത്തെ പല കാര്യങ്ങളും എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ എല്ലാം മനസ്സിലായി. അപ്പോൾ എന്തായാലും എൻ്റെ ഫോൺ പിടിച്ചു വെച്ചിട്ട് കാറിൻ്റെ ഉള്ളിൽ നിന്നെല്ലാം അടിച്ചിട്ട് ഫോൺ വാങ്ങി വെച്ചത്. ഫോൺ പിടിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നറിയാം എനിക്ക്? ഈ ഫോൺടെക്കിൻ്റെ പ്രൊമോഷനും കഴിഞ്ഞിട്ട് വളാഞ്ചേരി അവിടെ ഏതോ റൂമിൻ്റെ അവിടെ ഇതിൽ പാർക്കിങ്ങിൽ ഓൻ്റെ ഫോർച്യൂണർ വെച്ചിട്ട് അതിലോ ഇരുന്നിട്ട് എന്നോട് ഇങ്ങനെ ചോദിക്കുക, എടാ എന്താ സംഭവം, ഇവനക്കൊരു കോപ്പ് പറയില്ല, ഇവനെല്ലാം 3 മാസം മുതലേ ഇതാണ് പണ്ട് മുതലേ തുടങ്ങിയിട്ട് എന്താ സംഭവം, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെരുന്നാൾക്ക് പോയിട്ട് ആരും വരാത്തെന്താ,
എന്താ നിങ്ങളെ പരിപാടി? നിങ്ങളെ പ്ലാനിങ് എന്താ? മമ്മു 2 കൊല്ലമായിട്ട് എൻ്റെ ഒപ്പം നിന്ന മമ്മു ഞാൻ വിളിച്ച ഫോൺ എടുക്കുന്നില്ലല്ലോ. എന്താണ് സംഭവം? ഗൈസ് ഞാൻ പറയുന്ന സമയത്ത് കുറച്ച് ഹൈപ്പറായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാം ഗൈസ്. എന്തുകൊണ്ടാണെന്നറിയാം, നിങ്ങൾ ഈ കുണ്ടെന്നും ഈ ഇതിൽ നിന്നെല്ലാം ഇതിട്ടോ ഞാൻ ഈ ചാറ്റ് ഒന്നാമത് നോക്കുന്നില്ല. മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഒരാളെയും ഒരു അടിമയായി നമ്മൾ അങ്ങനെ ആയിപ്പോയി. ഒരാൾ പറയുന്നത് നിഷ്പക്ഷമായിട്ട് കേൾക്കാൻ നിൽക്കരുത്. എന്ത് കാര്യം അവൻ്റെ ഭാഗത്തും കേൾക്കുക, നമ്മളെ ഭാഗത്തും കേൾക്കുക. എന്തെങ്കിലും സത്യം ഉണ്ട് നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം മതി. എടാ ഇതൊക്കെ മാനിപ്പുലേഷൻ ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. ഏറ്റവും അടിപൊളിയായിട്ട് ആര് PR ചെയ്യുന്നോ, ഏറ്റവും അടിപൊളി ഏറ്റവും സൂപ്പർ ചാറ്റ് ആര് ചെയ്യുന്നോ, പിന്നെ അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ പണിയെടുക്കുന്നോ ആ കാര്യങ്ങളൊക്കെ ഒരു പവർഫുൾ ആയിട്ട് ഒരുത്തുണ്ടെങ്കിൽ വർഷങ്ങളോളായിട്ട് സോഷ്യൽ മീഡിയ ഉള്ളതാ, സുഖമായിട്ട് മറിക്കാൻ പറ്റും. അത് കണ്ട് ദയവ് ചെയ്ത് നമ്മളെ പോലത്തെ പൊട്ടന്മാരായ ആൾക്കാർ മറിയാൻ നിൽക്കരുത്. ഓക്കെ, ഞാൻ എന്നിട്ട് എന്താ പറയുക, കാറിന്ന് പിന്നെ എന്നോട് ചോദിച്ചു എന്താ ഇവൻ വരാത്ത, കുറെ കാലമായാലും എന്താ സംഭവം, നിങ്ങളുടെ ഇടയിൽ എന്താ പ്രശ്നം? ഞാൻ വിളിച്ചിട്ട് നമുക്കാടെ മടുത്തടോ. ഇവന്മാരോട് വർത്താനം അല്ല ഷമീറ, നീ എന്തോ ആയിക്കോട്ടെ. വീഡിയോ അത് അയച്ചാ ഫോണിങ്ങിതാ 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 അതിന് ശേഷം എന്നാ പിന്നെ എനിക്ക് അതേടാ ഇതിലേക്ക് അയച്ചാ, നിന്റെ ഇതിലേക്കാ സേവ്ഡ് വീഡിയോസാ. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. നിങ്ങൾക്ക് അനാൻഷാന്റെ വീഡിയോ അല്ല, അനാൻഷാന്റെ ഇതല്ല ഓൾറെഡി. ഇവൻ ചെയ്യുന്ന പറയുന്ന പുറത്തരങ്ങളും കാര്യങ്ങളും ഇത് ഫുള്ളല്ല, ഇതിന് ഓൾറെഡി വേറെ വീഡിയോസ് ഉണ്ട്. ഇതൊക്കെ അള്ളാന്റെ തോഫി കൊണ്ട് ഇടക്കിടക്കെ കിട്ടുന്ന കാര്യങ്ങളാ. ഇവനെ മാത്രല്ലല്ല ഈഗിളിന്റെ പൂട്ട് പൂജിപ്പിച്ചതും അനാൻഷാനും കാസ്ട്രോനും. ഓക്കെ ഗൈസ്, ഇനി ഞാൻ പറയുന്ന കാര്യം ഇതായിട്ട് എടുക്കുക. നിങ്ങൾ എന്താന്ന് വെച്ചാൽ പറഞ്ഞോ. കാരണം ഈ പൈസ ഇല്ലാത്തവനും ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള നമ്മളെല്ലാം അവസ്ഥ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളെ അങ്ങനെ നിങ്ങൾ കാണും. പൈസ ഉള്ളവനും പവർ ഉള്ളവനും ഇതുള്ളവനെല്ലാം വായും, അത് നമുക്കറിയാം. മനസ്സിലാ, ഇത് അങ്ങനെ തന്നെയാണ്. അത് നെഗറ്റീവ് വരും, നമ്മളെ ഇതാക്കും, നമ്മൾ അങ്ങനെ ആക്കും. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇതാക്കിയത്. പക്ഷെ ഇവന്റെ സത്യാവസ്ഥ പുറത്തു വരണം. മനസ്സിലാ, ഇവന്റെ സത്യാവസ്ഥ പുറത്തു വരണം. ഇവന്റെ സത്യാവസ്ഥ പുറത്തു വരാണ്ട് ആരും ഇവിടെ പോകില്ല. പിന്നെ ഇവിടെ പോലീസിനെ അയക്കുക എന്താന്ന് വെച്ചാൽ അയച്ചിവിടെ നോക്കിക്കോ. അപ്പൊ സത്യാവസ്ഥ പുറത്തു വരണം, അല്ലാണ്ട് വെറുതെ കാര്യമില്ല. മനസ്സിലാ, സത്യാവസ്ഥ പുറത്തു വരാണ്ട് യാതൊരു കാര്യമില്ല. അപ്പൊ അതറിഞ്ഞ് നിങ്ങൾ ബാക്കി ഇതായിരിക്കും. ഈ വീഡിയോ കാണിച്ച് നമുക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ എൻഡ് ചെയ്യാൻ പോവാം. മനസ്സിലാ, ഇത് ക്ലിയർ ആയിട്ട് ആദ്യം കേൾക്കും. ക്ലിയർ ആയിട്ട് കേൾക്കണേ. 10% നോമ്പിന്റെ പരിപാടി ഇങ്ങനെ പോകുന്നത് ഇതെല്ലാം കമ്പനിയാണ്. നമ്മളിത് കമ്പനി ആക്കുന്നത് നമ്മളതൊക്കെ ചെയ്യാൻ തുടങ്ങണം. ഒരുമിച്ചിരിക്കുന്നതിന്റെ അല്ല, നമ്മളത് ചെയ്യാൻ തുടങ്ങുമ്പോ അതിൽ എന്തെല്ലാം 10% ഉണ്ട് നമുക്ക് മനസ്സിലാവും. ആർക്കെല്ലാം 10% പോകുന്നത് മനസ്സിലാണെങ്കിൽ ഇവരെ ഇതായിരിക്കില്ല നമ്മള് വേറെന്തിലേക്ക് പറഞ്ഞറിയില്ല. നമ്മളെ ആക്ഷൻ എടുത്താലേ നമ്മൾ മനസ്സിലാവും. ചെയ്തു നോക്കണം. ഇതെന്താ സംഭവം എന്നറിയാം? അനാൻഷാന്റെ വീഡിയോ നമ്മള് മറ്റേ ഇവിടെ വീട്ടിൽ നിൽക്കുമ്പോൾ വീട്ടിൽ നിന്ന് പ്ലേ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ വീട്ടിൽ വ്ളോഗ് വെച്ച് ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല എന്നെല്ലാം എനിക്ക് അറിയാം. നമുക്ക് നമ്മളെ കാര്യങ്ങൾ തുറന്നു പറയണം. നമ്മളതിൽ ഈ പറഞ്ഞ പോലെ പൈസ ഇല്ല, ഇതില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെല്ലാം തന്നെ നമുക്ക് വരാൻ പോകുന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, അപ്പം അനാൻഷാന്റെ വീഡിയോ കണ്ടുകൊണ്ട് അതിലൊരു വ്ളോഗ് ഉണ്ട്. അനാൻഷാന്റെ ഒരു വ്ളോഗ് നിങ്ങളെ തൊപ്പി പറഞ്ഞതാണ് ഇത്. മനസ്സിലായോ? ഇതാ കേൾക്കുന്നുണ്ടല്ലോ, ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ടല്ലോ ഇതൊന്ന് ചൂടാക്കുന്നുള്ളത്. ഒന്നും മനസ്സിലായിട്ടാണോ? നിങ്ങള് മനസ്സിലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതാക്കിയിട്ടിട്ട് ഫേക്ക്. എടാ ബുദ്ധിയുള്ളവന് തിരിയോടെ ഇത് മനസ്സിലായോ? അനാൻഷാന്റെ വ്ളോഗ് നിക്ക് അനാൻഷാന്റെ വ്ളോഗ് കണ്ടിട്ട് അതിൽ ഈ പെണ്ണുണ്ടല്ലോ ലിയന അല്ല പറയണം. ഇത്രയും ഇതാക്കിയല്ലോ കാര്യങ്ങൾ ഇതാക്കി പറയണം. ഈ പറഞ്ഞ ഇതിന്റെ ഇതാന്ന് വരുന്നത്. മനസ്സിലായോ? ഇതിന്റെ ഇതാന്ന് വരുന്നത്.
കാര്യം മനസ്സിലായോ? എടാ ഇത്രത്തോളം ഈ വ്ളോഗ് ബാക്ക്ഗ്രൗണ്ടിൽ ഓടുന്ന സമയത്ത് ഇവൻ പറയുന്ന കാര്യം എന്താ അറിയോ? ഇവൻ പറയുന്ന കാര്യം അത് മുനുവിന്റെ വോയിസ് ഒന്ന് കേൾപ്പിക്കില്ല. മറ്റേ ഓർത്ത് ഇപ്പൊ പ്ലേ ആ വ്ളോഗ് പ്ലേ ചെയ്യുമ്പോ പറയുന്ന കാര്യം കണ്ട. ഇതൊന്ന് ചൂടാക്ക് എന്ന് ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്ന കേൾക്കുന്നുണ്ടോ? ഇതൊന്ന് ചൂടാക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്ന കേൾക്കുന്നുണ്ടോടാ? ഇതൊന്ന് ചൂടാക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്ന കേൾക്കുന്നുണ്ടോ? അനാൻ ഷാന്റെ കൂടെയുള്ള ഓന്റെ സുഹൃത്തിന്റെ ഭാര്യ, മനസ്സിലായോ? ഓന്റെ സുഹൃത്തിന്റെ ഭാര്യ ഇറാനി പോള എന്ന് പറഞ്ഞ ഒരു നോമ്പിന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നോമ്പിന്റെ സമയത്ത് ഇവൻ ഇത് പറയണം എന്ന് ആലോചിക്കണം. നോമ്പിന്റെ സമയത്താണ് ഇവൻ ഇത് പറയുന്നത് ആലോചിക്കണം. നോമ്പിന്റെ സമയത്ത് ഈ പറഞ്ഞ പോലെ നോമ്പിന്റെ സമയത്ത് ഇവൻ ചെയ്ത പരിപാടി എന്താ അറിയോ? വ്ളോഗ് വെച്ചിട്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഹെഡ്ഫോൺ കുത്തിയാൽ മതി. എല്ലാവരും ഹെഡ്ഫോൺ കുത്ത്, അല്ലാണ്ട് നിങ്ങൾക്ക് ഇത് കേൾക്കില്ല. ഹെഡ്ഫോൺ കുത്തിയിട്ട് ഇത് കേക്ക്, ഹെഡ്ഫോൺ കുത്തിയിട്ട്, മനസ്സിലായോ? അതിൽ ബാക്ക്ഗ്രൗണ്ടിൽ അവർ പറയുന്ന വോയിസ് ഉണ്ട്. ഓൻ പറയുന്ന എന്താന്ന് മനസ്സിലായോ? കട്ട് ചെയ്തിട്ടോളെ പൂറ്റിൽ കയറ്റുന്നു. ആരെ കുറിച്ചാ പറയുന്നത്? അനാൻ ഷാന്റെ കൂടെയുള്ള ഓന്റെ ഫ്രണ്ടിന്റെ വൈഫിനെ കുറിച്ചിട്ട് ഇവൻ പറയാനിത്. ഇതും നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെങ്കിണ്ടല്ല, കേരളമേ, നിന്റെ എല്ലാം വീട്ടിൽ കയറിയിട്ട് 18 വയസ്സാകാത്ത പെണ്ണുങ്ങളെ ഇവൻ പിടിച്ചിതാക്കും, മനസ്സിലായോ? എടാ നമ്മൾ കൂടെ നടന്നാടാ, നമുക്കറിയാടാ. റോട്ടുമേലൂടെ ഇവൻ കാറും കൊണ്ട് ഇവൻ പോകുമ്പം ഇവൻ എന്താ പറയുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇത് ഫുള്ള് കേക്ക്, മനസ്സിലായോ? ഒന്ന് ചൂടാക്കുന്നു, മനസ്സിലായോ? ഇതാ നിങ്ങൾക്ക് ഇത് മനസ്സിലാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇതിന് ഇതടക്കം കൊടുത്തത്. അനാൻഷാന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ്, അനാൻഷാന്റെ വോയിസ് ആണ് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്. കുറച്ച് ചിന്തിക്കാൻ ബുദ്ധി ഉണ്ടെങ്കിണ്ടല്ലോ ഇത് മനസ്സിലാവും. ഇത് എന്തായാലും ഓന്റെ ഈ LKG പിള്ളേർക്ക് ഇത് മനസ്സിലാവില്ല, ബാക്കിയുള്ളവർക്ക് ഇത് തിരിയും. അത് തിരിയും, അത് മതി. നീ മോളത്തെ മാത്രം വൃത്തിയാക്കുക. നീ വീട്ടിലേക്ക് പോയിക്കോ. നീ അറിയിക്കാം ഒരു കുഴപ്പമില്ലടാ. പൂറിയും പോലെ 1000 വട്ടം എന്നോട് പറഞ്ഞ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രം നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇല്ലെങ്കിൽ പാണ്ടാ പൂറ ബോറിങ് തീട്ടാണ് നിങ്ങളെല്ലാം കാണുന്നത്. ഇഷ്ടപ്പെടുന്നോണ്ടാണ് ആ അതുപോലും കണ്ടിരിക്കാൻ തോന്നുന്നത്. അല്ല നീ ഒരിടത്ത് പോയിക്കോടാ. നീ അത് ഞാൻ എങ്ങനെ പറഞ്ഞു? നീ എന്താ സെൻസിൽ എടുക്കുന്നത്? ഞാനൊരു കാര്യം പറയാം, ഇവനെ പോലെ ആകാൻ നോക്കില്ല, ഇവനെ പോലത്തെ വിളവ് എടുക്കാൻ നോക്കില്ല, ഇതൊന്നും നടക്കൂല. നമുക്ക് നമ്മളെ സാധനങ്ങളുണ്ട്, അല്ലാണ്ട് ഓന്റെ ഇതാക്കിയിട്ട് ഓന്റെ പോലെ ആക്കാൻ നോക്കില്ല, നടക്കൂല. മനസ്സിലാണോ? പുണ്ണാളെ നായിന്റെ പോലെ രാത്രി വന്നിട്ട് കരയാ വരും. ഞാൻ പറഞ്ഞതാ, എനിക്ക് ഞാൻ പൂറി പോലെ കടലാ പൂറി പോലെ ഒരു പുള്ളിയിലാണ് താഴെ പോയിക്കോ വീട്ടിലേക്ക്. ഇവിടെ വൃത്തിയാക്കാൻ പറഞ്ഞാ വൃത്തിയാക്കാൻ പറഞ്ഞ നീ മോളത്തെ മാത്രം വൃത്തിയാക്കുക. നീ വീട്ടിലേക്ക് പോയിക്കോ. നീ അറിയിക്കാം പറഞ്ഞ ഒരു കുഴപ്പമില്ലടാ. പൂറിയും പോലെ 1000 വട്ടം എന്നോട് പറഞ്ഞ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രം നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇല്ലെങ്കിൽ പാണ്ടാ പൂറ അതെല്ലാം
ബാത്റൂം അതുകൊണ്ടാണ് അതിന്റെ മക്കളെ ബോറിങ് തീട്ടാണ് നിങ്ങളെല്ലാം കാണുന്നത്. ഇഷ്ടപ്പെടുന്നോണ്ടാണ് ആ അതുപോലും കണ്ടിരിക്കാൻ തോന്നുന്നത്. അല്ല നീ ഒരിടത്ത് പോയിക്കോടാ. നീ അത് ഞാൻ എങ്ങനെ പറഞ്ഞു? നീ എന്താ ആ സെൻസിൽ എടുക്കുന്നത്? ഞാനൊരു കാര്യം പറയാം, ഇവനെ പോലെ ആകാൻ നോക്കില്ല, ഇവനെ പോലത്തെ വിളവ് എടുക്കാൻ നോക്കില്ല, ഇതൊന്നും നടക്കില്ല. നമുക്ക് നമ്മളെ സാധനങ്ങളുണ്ട്, അല്ലാണ്ട് ഓന്റെ ഇതാക്കിയിട്ട് ഓന്റെ പോലെ ആക്കാൻ നോക്കില്ല, നടക്കൂല. മനസ്സിലാണോ? പുണ്ണാളെ മനസ്സിലായല്ലോ. ഇതാ ഈ വ്ളോഗ് പറ്റുമ്പോൾ കാണുക. അതിന്റെ ഇടയിൽ ഇതാണോ നമുക്ക് അറിയില്ല, ഈ പറഞ്ഞ പോലെ എന്തോ ഇറാനി പോൾ ആക്കുന്ന വീഡിയോ ആണ്, അതറിയാം. അത് കട്ട് ചെയ്യുന്ന മാറ്റം പറയുന്ന സമയത്താണ് കട്ട് ചെയ്തിട്ടുള്ള ഊറ്റിക്കേറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഏയ് ആണെങ്കിൽ എടാ ജാസി അതിന്റെ ഇത് കാണിക്കണം കേട്ടാ. നമുക്ക് ഇതായി നമുക്കൊരു കാര്യം പറയാനുള്ളൂ ഗൈസ്, നിങ്ങളെല്ലാവരും നമ്മളെ സംശയിക്കുന്നുണ്ട് എന്നറിയാം. ഞാനൊരു കാര്യം പറയാം. ഈ പൈസയും സ്വാധീനവും പവറും പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ടും ഇത്ര കാലം ഉള്ള ആൾക്കാർക്കെല്ലാം ഈ പറഞ്ഞ പോലെ എല്ലാവരും കൂട്ടുവെക്കും, എല്ലാവരും ഇതാക്കും, ഓൻ പറയുന്ന എല്ലാവരും വിശ്വസിക്കും. അതെല്ലാം നമുക്കറിയാം. നമ്മളതിൽ ഇത് മാത്രമല്ല ബാക്കിയുണ്ട്. അത് ഇനി ഓനടുത്ത് വന്ന് ഇതാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പറയാം. മനസ്സിലാവും? നമുക്ക് അധികം സംസാരിക്കണ്ട. ഇന്നും കുറേ സാധനങ്ങൾ നിങ്ങൾ കേൾക്കാനും കാണാനും എല്ലാം ഉണ്ട്. മുനുവിന്റെ ഒരു ഓഡിയോ അത് കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. അതിപ്പോ ആദ്യത്തെ സംഭവമൊന്നുമല്ല, കൂട്ടത്തിലൊരുത്തരം തൊട്ടിട്ട് മുണ്ടാണ്ടിരിക്കുന്ന ആദ്യത്തെ സംഭവമൊന്നുമല്ല. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് ആരോഗ്യം ഷോ ഓഫ് ആക്കേണ്ട. സത്യമാണ്. നമ്മളെല്ലാരും നിൽക്കുമ്പോ റാംബോ എന്താ പറയാ ജാസീനെ അടിച്ചപ്പോ നീ അതിൽ പ്രതിരോധിച്ച് അതിന്റെ സംഭവം. നമുക്ക് താല്പര്യമല്ല. നമ്മൾ ഇവന്റെ നീ പറഞ്ഞ പോലെ തന്നെ നമ്മള് എന്താ പറയാ, നമ്മൾ ഇവന്റെ എച്ചിലും ഒന്ന് ജീവിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് ഇവിടുന്ന് വേറെ പൈസയോ സ്വന്തമായിട്ട് ഒരു ഇഷ്ടമോ സ്വന്തമായിട്ട് എന്തൊക്കെ ചെയ്യാനോ ഉള്ള ഇത് നമുക്ക് ഇവിടെ ഇല്ല. ഫ്രീഡം നമുക്ക് ഇല്ലാണ്ട് നമ്മളൊരു എന്താ പറയുക ജയിലിൽ പിടിച്ചിട്ട് പോലെ ജീവിക്കുന്നത്. അപ്പം നമ്മൾ എന്തെങ്കിലും ആരെയോ റാംബോനെയോ നിയാദിനെയോ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമ്മളെ ചോറിൽ അത് മണ്ണ് വാരിടുന്ന പരിപാടിയിലേക്ക് വരും. ചോറ് ഒന്നാമത് ഇവിടെ ചോറിനെ കിട്ടുന്നില്ല. അതെ, നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഒന്നാമത് ഇവിടെ ചോറിനെ കിട്ടുന്നില്ല. ഒന്നാമത് പൈസ കിട്ടുന്നില്ല. രണ്ടാമത് പറഞ്ഞാൽ ചോറാ കിട്ടുന്ന, ആ ചോറിലും കൂടി മണ്ണ് വാരിയിടും. അപ്പൊ അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്തത്. അല്ലാണ്ട് നിന്നോട് ഞാൻ പറയാം, നിന്നോട് എനിക്ക് യാതൊരു ഇതും ഇല്ലാട്ടാ. എടാ ഞാൻ ആരും ഒന്നും പറയുന്നില്ലല്ല, ഞാൻ ആരോടൊന്നും അതിന്റെ ആവശ്യമില്ല. കാരണം ഞാൻ ആകത്തുനിന്ന് കുറച്ച് ചോറാണ്, ആ ചോറിനും കൂടി കണക്ക് പറഞ്ഞു എന്നെ അടുത്ത്. മുനു കഴിച്ച ഫുഡിന് കണക്ക് പറഞ്ഞ കാര്യമാണ് ഈ പറയുന്നത്. മുനു ഇപ്പൊ അടുത്തേക്ക് ചാടി. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ പൈസ ഇതുണ്ടാകുമ്പോ എല്ലാവരും അങ്ങനെയൊന്നും തന്നെയാണ്. അപ്പൊ മുനു അങ്ങോട്ടേക്ക് ചാടി. അതുകൊണ്ടാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇത് വീഡിയോ ഇടുന്നത്. ഇത് ഞാൻ ഇടണ്ടെന്ന് വിചാരിച്ചു. ഈ ഓഡിയോ കടന്നതിന്റെ കണക്കൊരു അവിടെ ഇരുന്നിന്റെ കണക്കൊരു ചിലപ്പോ ഞാൻ എന്താ പറയാ വെറുതെ ആ ഏരിയയിലൊന്നും അവിടെ ഏരിയയിൽ വന്നില്ല, ഏരിയയുടെ കണക്ക് കൂടി പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ലടാ. വേണ്ട, എന്തിനാ നീ കണക്കുകൾ കൊറേ കണക്ക് കൊറേ ഇതും അത് ഇത് എന്തിനാന്ന് വെറുതെ കേൾക്കാനാക്കുന്നത്? അമ്മയുടെ കണക്കാണ്. ഇത് പറഞ്ഞിട്ടില്ലാന്ന് മുനു പറയട്ടെ. ഇത് ഓൻ പറഞ്ഞിട്ടില്ലാന്ന് മുനു പറയട്ടെ. ഇത് കേട്ടപ്പോ നല്ല പൊളി. ഗൈസ്, നമുക്ക് എപ്പോൾ ഈ പറഞ്ഞ പോലെ ക്യാമറ ഓൺ ആക്കിയിട്ട് ഇങ്ങനെ ഇതാക്കാൻ പറ്റൂല. അത് പിടിച്ചു കഴിഞ്ഞാൽ ഓൻ അപ്പാടെ അടിച്ച് കൊല്ലേ ചെയ്യാം നമ്മളെ. മനസ്സിലായി? ഇത് പുറത്തിറങ്ങാൻ പോലും വിടൂല. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ കൂടുതൽ ഓഡിയോസാണ് നമ്മളെ കയ്യിലുള്ളത്. നമുക്ക് അതേ ചെയ്യാൻ പറ്റുവാടുന്ന്, വേറെ ഒന്നും നമുക്ക് എടുത്തു വെക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഈ കൂടുതൽ ഓഡിയോസ് ഉള്ളത്. തീറ്റിക്കകത്തൊന്നല്ല, ഞാൻ എല്ലാരും തിരിച്ചുകൊണ്ട് ഒരാളെ പൈസ നോക്കി ഉള്ളപ്പോയിക്കൂടെ ഇല്ലാത്ത പോയിക്കൂടെ എന്റെ കൈ ഞാൻ ഉമ്മ സത്യമായിട്ട് ഒരു കാര്യം പറയാം, ഒരു സംഭവം നമ്മൾ ഫേക്ക് ചെയ്തിട്ടില്ല. എല്ലാം ഉള്ളത് പച്ചക്ക് പോലെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു തെറ്റ് നമ്മൾ ചെയ്ത് എന്താ അറിയാം, എല്ലാം പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റാക്കി എല്ലാ സംഭവവും റെഡിയാക്കി അങ്ങനെ വരണമായിരുന്നു. അത് നമുക്കറിയില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളടുത്തുള്ള എല്ലാം ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വോയിസ് ക്ലിയർ ചെയ്യാൻ ഇതിൽ ഇട്ട് സബ് ടൈറ്റിൽ കൊടുത്ത് നമ്മൾ നിങ്ങൾക്ക് കേൾപ്പിച്ചിരുന്നു. ഇത് മാത്രമേ നമുക്ക് ഇതാക്കാൻ പറ്റൂ. നമുക്ക് ആടുന്ന് അതേ ചെയ്യാൻ പറ്റുമോ, അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞ പോലെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ലടാ. മനസ്സിലായോ? കുറച്ച് ആൾക്കാരെ വിശ്വസിക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരെ വിശ്വസിപ്പിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എല്ലാരും ബോധിപ്പിക്കണം നമുക്ക് ആഗ്രഹമില്ല. പറയാൻ താല്പര്യമില്ല. ഷോ റെക്കോർഡിംഗ് ബ്ലാങ്ക് വീഡിയോ. എടാ ഇത് ഇങ്ങനെയാടാ വരൂ. ഓഡിയോ എടുത്തു കഴിഞ്ഞാൽ ടെലിഗ്രാമിൽ ഇങ്ങനെ ഇത് വരൂ. ഇത് സബ് ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തതാ. അതിന്റെ എല്ലാം ഡേറ്റ് ഇത് കാണിച്ചു കൊടുക്കണം കേട്ടോ. നാളെ മറ്റേ എനിക്ക് ഇത് കഴിയുന്നില്ലടാ. എനിക്ക് കാരണം നമ്മൾ ഈ സത്യം പറയുന്ന ഒരിക്കലും സത്യമല്ലാന്ന് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരോട് പറയുമ്പോൾ നമുക്കത് പറയാൻ തോന്നൂലടാ. നമ്മൾ ഡൗൺ ആവുന്നു ഞാൻ. കാരണം നമ്മൾ അത്രയും ഈ പറഞ്ഞ പോലെ ആടെ ഇതെല്ലാം അനുഭവിച്ച് ഈ പറ്റുന്ന ഓഡിയോ ക്ലിപ്സാണ് നമ്മളെ കയ്യിലുള്ളത്. അത് നമ്മൾ കേൾപ്പിച്ചു. ഇത് ബുദ്ധിയുള്ളാക്കും ഇവൻ ആരാന്ന് ഇപ്പം മനസ്സിലായിട്ടുണ്ട്. അതിന് മനസ്സിലായിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. മനസ്സിലായോ? നമുക്ക് നമ്മളെ ഭാഗം ക്ലിയർ ആക്കണം. അതിന് വേണ്ടി വന്നതാണ്, ക്ലിയർ ആക്കി. ബാക്കി കുഴപ്പമില്ല. ഈ പറഞ്ഞ പോലെ പൈസ ഉള്ളവനും ഇവനുള്ളവനും ജയ് വിളിച്ചിങ്ങനെ നടന്നു, കുഴപ്പമൊന്നുമില്ല.
ഞാനങ്ങനല്ല ബാക്കിയുള്ള ആളെ വന്നതിന് എന്തായാലും എന്നൊന്ന് ഡ്രഗ് ടെസ്റ്റിന്റെ 7 ദിവസം എടുക്കും ഇത് കിട്ടാൻ വേണ്ടി. 5 ദിവസം കൊണ്ട് ആക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതാക്കിയതിന് ശേഷം ബാക്കി കാണിച്ചു തരാം. ഞാനൊരു കാര്യം പറയട്ടെ ഗൈസ്, നമ്മള് ഈ പറഞ്ഞ പോലെ എല്ലാം കിട്ടുമെങ്കിൽ നമ്മൾ പിന്നെന്തിനാ ആടുന്ന് ഇറങ്ങേണ്ട ആവശ്യം? എല്ലാം ആടെ ഈ പറഞ്ഞ പോലെ എല്ലാം ഇതാവുമെങ്കിൽ നമ്മൾ എന്തിനാ ആടുന്ന് ഇറങ്ങേണ്ട ആവശ്യം? ഇറങ്ങി ഈ പറഞ്ഞ പോലെ പൈസ ഇല്ല, ഈ പറഞ്ഞ അബ്യൂസിങ് ഇതെല്ലാം കൊണ്ട് തന്നെ ആടുന്ന് ഇറങ്ങിയത്. മനസ്സിലായി? അത് നമുക്ക് വീഡിയോ എടുത്ത് ഇടാൻ പറ്റൂല. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം ഓഡിയോ ആണ്. അത് നമ്മൾ ചെയ്തു. ഡ്രഗ് ടെസ്റ്റിന്റെ വീഡിയോ അത് ഞാൻ കാണിച്ചു ഒന്ന് കാണാം. ഇന്ന് രാവിലെ നമ്മൾ പോയ വീഡിയോ. എന്റെ റൂമിലേക്ക് നിൽക്കുന്നല്ല, ആർക്കും വേണമെങ്കിലും വരാം. ഞാൻ ആരോടും വരണ പറ്റില്ല. എന്റെ റൂമിൽ അന്ന് ഒരു സാധനം എടുത്തു കുറച്ചേരം ഇരുന്ന് എന്റെ റൂമിൽ നിന്ന് എടുത്തെന്ന് വെച്ചിട്ട് ഞാൻ ഒരിക്കലും കണക്കും പറയൂല, വരണ്ടാന്നും പറയൂല. നീ പേടിക്കണ്ട. എപ്പായാലും ഏത് സിറ്റുവേഷനിലായാലും ഞാൻ നാളെ രാവിലെ എത്തും. ഞാൻ വന്നിട്ട് അങ്ങോട്ടേക്ക് വരാം. കണക്ക് കണക്ക് പറയാൻ ഇതിന് താല്പര്യമില്ല, അത്രയും ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് ഇല്ലേന് അതിന്റെ കൂടി കണക്ക് കേൾക്കാൻ വരും. നാളെ കള്ളനും കൂടി വരും, അപ്പൊ ഞാനത് കട്ടുന്നും കൂടി വരും. എന്തിനുണ്ടെങ്കിൽ ഇട്ടേ പറയാൻ പറഞ്ഞു. നമ്മളെ മറ്റേ വ്ളോഗ് എവിടെ നമ്മൾ ഇന്ന് പോയ ഇത് ഓരോന്നോരോന്നായി കേൾപ്പിക്കുക. ഇതൊന്നും കേട്ടിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒന്നും മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ കാറിന്റെ ഓഡിയോ ഏതോ ഫയൽസിലായിട്ട് ഇവന്റെ ഉള്ളതെന്ന് പറയാം. ഞങ്ങൾക്ക് ഇവൻ കാണിച്ചു തന്നെ നമുക്ക് ഉറപ്പായി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും ചെയ്യും. മറ്റേ വീഡിയോന്റെ ബാക്കിയാട്ടോ. കായ്പോൾ ഉണ്ടാക്കുന്ന പോലും എടാ ബുദ്ധി ഇല്ലടാ, മരവിച്ചതാണോ അത്? അത് മരവിച്ചിട്ടാണോ ഉള്ളത്? ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് സ്ക്രീൻ ആകുന്നോണ്ടായിരിക്കും നിങ്ങൾക്ക് ഇതാക്കാൻ പറ്റും. നമുക്കിത് വാട്സപ്പിൽ അയച്ച് വാട്സപ്പ് ഇതാക്കായിരുന്നു. ഇത് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് കൂടുതൽ വിശ്വാസം വരുമായിരുന്നു. നമ്മൾ ഈ പറഞ്ഞ പോലെ ഉള്ള പോലെ കാണിച്ചു, അതാ ചെയ്തത്. കേക്കുന്നുണ്ടോ ഇത്? എല്ലാം കമ്പനിണ്ടാണ്. ഒന്ന് ഒരു 10% വളക്കൂറ്, 10% ബാക്ക്ഗ്രൗണ്ടില് സൗണ്ട് ഉണ്ടാ. നമുക്കിത് വീഡിയോ എടുക്കാൻ പറ്റൂലടാ. മനസ്സിലായ? നമുക്ക് ഓഡിയോ എടുക്കാൻ പറ്റൂ, അതുകൊണ്ടാണ് നമ്മൾ എടുത്തത്. എല്ലാം കമ്പനിണ്ടാണ്. ഒന്ന് ഒരു 10% വളക്കൂറ്, 10% ഓരോ ഉണ്ണിയും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധത്തില്. മനസ്സിലായോ? ഇതുവരെ ഒരു പെഗ് പോലും തന്നില്ല. അതെങ്ങനെ അരക്കുപ്പി ആയെന്ന് പോലും അറിഞ്ഞൂടാ. ഇവനാ പറഞ്ഞത് ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പോ ഇത്ര അടിക്കൂ എന്നുള്ളത്. പിന്നെ ഞാൻ കുണ്ടനാന്നുള്ളത് തെളിയിക്കണം കേട്ടാ. അത് ആരാന്ന് വെച്ചാൽ വീഡിയോ എടുത്തിട്, അത് കാണിക്കണം, അത് തെളിയിക്കണം. മനസ്സിലായോ? പിന്നെ വേറൊരു സംഭവം ഉണ്ട്. എന്നെ ഇവൻ കള്ളു കുടിപ്പിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പിക്കലും തുള്ളിപ്പിക്കലെല്ലാം ഉണ്ട്. അതെല്ലാം ഇവൻ വീഡിയോ എടുത്തിട്ട് ചിലപ്പോൾ നാളെ ഇടുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന് ഒരാൾ ഇവൻ അയച്ചിട്ടുണ്ട്. ഇവൻ എന്താ പറഞ്ഞത്, നമ്മൾ പൈസക്ക് അങ്ങോട്ട് ഇവനെ ഇതാക്കിന്നോ. വെയിറ്റ് ചെയ്യാം. ഇതുവരെ ഒരു പെഗ് പോലും തന്നില്ല. അതെങ്ങനെ അരക്കുപ്പി ആയെന്ന് പോലും അറിഞ്ഞൂടാ. പുറത്തിട്ട് വെയിറ്റ് ചെയ്തോ. വരുമ്പോ വായിലേക്ക് എടുത്തു കൊടുത്തോ. ഇതെല്ലാം ഗൈസ് നടക്കുന്നു. ഇതെല്ലാം ഇവന്റെ സ്വഭാവം. നിങ്ങൾക്കിത് പണിയെടുക്കാൻ പറയടാ. പൂറി മോന്റെ അടുത്ത് അവനെ കൊണ്ട് പണി ചെയ്യിപ്പിരി. എന്റെ റൂമിൽ കിടക്കുന്ന എന്റെ ചട്ടിയൊക്കെ ഉണ്ട്, അതെല്ലാം നനച്ചിടാൻ പറ അവിടെ മൈലിന്റെ അടുത്ത്. ഇത് ഫസീൻ്റെത്. മനസ്സിലായോ? ഓൾ അനുഭവിച്ചതാ കുറേ കാര്യങ്ങൾ. അനുഭവിച്ചതാ. നമ്മളെ ഇത് കൊടുത്തോടാ വ്ളോഗ്. ഇത്
ഞാൻ പറയട്ടെ ഓൻക്ക് ഓൻ ഇത് തൻസി ഇന്ന് വന്ന് പറഞ്ഞ കാര്യമാണ് ഇടാ, മനസ്സിലായോ? എടാ അതിന്റെ ഇത് നീ വീഡിയോ എടുത്തല്ല, അതിന്റെ ഡേറ്റ് കാണിച്ചു കൊടുക്കും. ഇവർക്ക് ഈ ഡേറ്റും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവർ ഡൗട്ട് അടിക്കുന്നുണ്ടാവുക. ഡേറ്റ് കാണിച്ചു കൊടുക്കും അടുത്ത. അതെല്ലാം നമ്മൾ ഈ ടെലിഗ്രാമിലാക്കിയിട്ട് ഇതെല്ലാം അങ്ങനെ തന്നെ കാണിച്ചു കൊടുത്താൽ മതിയാണ്. എന്തായിരിക്കും? അതന്നെ ഇതാ യെസ്റ്റർഡേ 9 മണി. യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഇത് 12 മണി അതിനോണ്ടായിരിക്കും കേട്ടോ ഇങ്ങനെ കാണിക്കുന്നത്. യെസ്റ്റർഡേ എന്ന് കാണിക്കുന്നത് ഇതാ. ഞാൻ ഇൻഫോ എടുത്ത് കാണിച്ചു തരാം. ഇതാ ഇതിലില്ലേ? ഇതാ ഇൻഫോ എടുത്ത് കാണിച്ചു തരാം. ഇതാണത്, മനസ്സിലായോ? നോക്ക്. ഒന്നാമത് നമ്മൾ ഡൗൺ ആണ്. ഞാൻ പറയട്ടെ ഓൻക്ക് ഓൻ എന്തെടുത്താണ് എനിക്ക് ഇത് വലിച്ചു നീട്ടാൻ താല്പര്യമില്ല. അതായത് ഇന്നലെ പറഞ്ഞ് നീ ഇവനിട്ടേന് ഓൻ തിരിച്ചിട്ട് ഇനി എന്റെ ഗെയിം ഉള്ളതെന്ന് നിങ്ങളെല്ലാരും ജാസി നിന്റേത് ഇവന്റേത് എല്ലാരും വോയിസ് റെക്കോർഡില്ലേ ഓൻ പറഞ്ഞ മൊത്തം എന്റെ ഗെയിം ഇട്ട. എനിക്ക് അന്നെ വിശ്വാസം ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല, പക്ഷെ അന്നെ കാണിക്കുന്ന നിങ്ങില്ല അന്നില്ലേ ബോഡി സെക്രട്ടറി ഉള്ളിലേക്ക് കയറിയെങ്കിൽ വീടേക്ക് ക്യാമറ വെച്ചിനോ ഇത് വെച്ചിനോ പറയാൻ പറ്റും മൊത്തം എന്റെ അണ്ടിന്റെ ഉള്ളിൽ കയറ്റി വന്നെ കയറ്റി. അപ്പൊ ഞാൻ ആലോചിച്ച് നോക്ക് അന്നെ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്ത് അല്ല സെറ്റിൽ ചെയ്യാൻ പറ്റും. അവിടെ എല്ലാ കോണ്ടാക്ട് ശരത്തിന്റെ ഗെയിമിൽ ഇവന്റെ പണിയെന്ന് അറിയാതെ ഈ ചോരയെല്ലാം എന്റെ പ്രശ്നം. ഓൻ എല്ലാരും ഇങ്ങനെ തപ്പി ഇതൊക്കെ. അതായത് ഓൻക്ക് പക്ഷെ ആഗ്രഹമില്ല ഈ വീഡിയോ ഇനി ഓൻക്ക് ഇടണം, ഇനി നിങ്ങൾ നാട്ടിക്കൊന്നും ആഗ്രഹമില്ല. ഓ പറഞ്ഞ അവർക്ക് സെറ്റിൽമെന്റ് ഓക്കെ ആണെങ്കിൽ മനസ്സിലായോ? സെറ്റിൽമെന്റ് നോക്കിയെന്ന് പറഞ്ഞല്ലോ, അതിന്റെ തെളിവ് കാണിച്ചെന്നാൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ മരിക്കാടാ, മനസ്സിലായോ? അത് കാണിക്കാം, അല്ല മരിക്കാം, അത് കാണിക്കട്ടെ. സെറ്റിൽമെന്റിന് നമ്മളെപ്പോൾ എത്ര പൈസ വേണമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് പോയി എന്നുള്ളതിൻ്റെ ഇതും കാണിക്കട്ടെ, മനസ്സിലായോ? നമ്മളതിലുള്ളത് ഇപ്പം ഇതെല്ലാം നമ്മൾ കാണിച്ചു, ഇതെല്ലാം തെളിവാണ്. ഇതെല്ലാം നിങ്ങൾ ഈ പറഞ്ഞ വിശ്വസിക്കാൻ തയ്യാറാണ്ട് നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന ഇതെല്ലാം നമുക്ക് ഓഡിയോ ആയിട്ടും വീഡിയോ ആയിട്ടും പറ്റുന്ന എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്, മനസ്സിലായോ? അപ്പോൾ ഈ പറഞ്ഞ പോലെ പൈസ ഇല്ലാത്തതുകൊണ്ടും നമുക്ക് ഇതില്ലാത്തതുകൊണ്ടും പവർ ഇല്ലാത്തതുകൊണ്ടും എല്ലാം നമ്മളെ ഇതാക്കും. അത് നല്ലപോലെ അറിയാം, ഇതാക്കും എന്നുള്ള കാര്യം നല്ലപോലെ അറിയുന്നതുകൊണ്ട് തന്നെ നമ്മൾ നിൽക്കുന്നത്. ഏജ് 20. ഇത് രാവിലെ പോയിട്ട് എടുത്ത വീഡിയോ കേട്ടാ. അല്ല എൻ്റെ ഇത് കാണിച്ചു. എന്നാ ശരി, ഞാൻ വിളിക്കാം. ഈ ഡേറ്റ് കാണിച്ചു കൊടുത്തേക്ക. ഇവർക്ക് എല്ലാം ഡേറ്റും ഇതും ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇവർ രാവിലെ പോയിട്ട് എടുത്ത വ്ളോഗാ. ഇതാ ഡേറ്റും ടൈമും എല്ലാം ഇതിലുണ്ടാവും. രാവിലെ പോയതാ. ഇത് വ്ളോഗ് വരുന്നുണ്ട്. ഈ വ്ളോഗിൽ പറയുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ബാക്കി കാര്യങ്ങൾ എന്താണെന്നും എന്താ സംഭവമെന്നും. ഈ പറഞ്ഞ പോലെ നമ്മൾ പോകുന്നതിൻ്റെയും എല്ലാം പോയിട്ട് എടുക്കാൻ പറ്റാത്തതിൻ്റെ എല്ലാം വീഡിയോ എടുക്കുന്നുണ്ട്. ഇത് ഏതാ ബാത്റൂം? ഇതാണോ ബാത്റൂമിൽ പോയിട്ടുണ്ട്. ബാത്റൂമിൽ നിന്ന് ഞാൻ മൂത്ര വെച്ചിട്ട് ഗൈസ് ബാത്റൂം ഈ പറഞ്ഞ പോലെ DDRC എന്നെല്ലാം പറഞ്ഞ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ നമ്മൾ പോയിട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പം അങ്ങനെ നമുക്ക് ഡ്രഗ്സ് തന്ന ഇവനാന്ന് കഴിച്ചു. നമുക്ക് ഞാൻ കൊടുത്തതെന്ന് പറഞ്ഞല്ലോ, ഇവനാന്ന് നമുക്ക് ഡ്രഗ്സ് തന്നിട്ട് ഇവൻ്റെ ആടെ ഇതാക്കിയിട്ട് ഡ്രഗ്സ് തന്നും പെണ്ണ് തന്നും നമ്മളെ കൊണ്ടുപോകാമെന്ന് ഇവൻ വിചാരിച്ചത്, മനസ്സിലായോ? ഡ്രഗ്സ് തന്നും പെണ്ണ് തന്നും കൊണ്ടുപോകാം, പൈസ തരാണ്ട് ഇവന്മാരെ പറ്റി പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ പൈസ ഈ പറഞ്ഞ പോലെ പണിയെടുക്കാൻ തുടങ്ങിയാൽ നമുക്കിത് മനസ്സിലായി. ഈ പറഞ്ഞ പരിപാടിക്ക് നമ്മൾ നിൽക്കാണ്ടായാലും നമ്മളെ ഇതാക്കി, മനസ്സിലായി? അതിന് പ്രൊഡ്യൂസറുടെ ഇഷ്യൂ, അത് ഇവരെ കേസാണ്. അപ്പോൾ ഇവരെ പറഞ്ഞിട്ട് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞിട്ട് എൻ്റെ ഞങ്ങൾക്ക് എന്തായാലും മതി. നമുക്ക് കുറച്ച് ആൾക്കാരെ അറിയിക്കാനുണ്ടായിട്ടില്ല. അത് അവർ വിശ്വസിക്കും, കാരണം ഞാൻ എങ്ങനെയെന്ന് അവർക്കറിയാം. അത് മാത്രമേ ഉള്ളൂ ഗൈസ്, വേറെ അധികം എനിക്കൊന്നും പറയാനൊന്നുമില്ല. എന്നാ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞു എൻ്റെ ചെയ്തോട്ടെ. ഇടാം എൻ്റെ ബ്രോഡ്കാസ്റ്റ് കൊടുത്തിട്ട് എൻ്റെ സ്ട്രീം അടിച്ചാൽ എന്നാ മൈക്കുന്ന ഇത് അത്രയും ഇവന് പൈസ